കമ്പോളത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് പോകാനേ കഴിയില്ല. കതറുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കയറാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ ഒട്ടും ചെല്ലാൻ കഴിയില്ല. കതറെടുക്കുക, രാവിലെ തേച്ച് മടക്കി വടിപോലെയാക്കി, ആ വടിപോലെയാക്കി കതറ് വിട്ടുകൊണ്ട് തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും തിരുവനന്തപുരത്തും അവിടുത്തെ ഹോട്ടലുകളിലുമല്ല. പണ്ട് അവിടുത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊന്നും ആള് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ റൂം വേണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. കാര്യം 6 മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ മലപ്പുറം കാസർഗോഡ് മലബാർ സൈഡികളൊക്കെ വരുന്നത് ബസ് പിടിച്ച് ആളുകൾ വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച അവിടെ താമസിച്ച് കാര്യങ്ങളെല്ലാം സാധിച്ച് പിന്നെ കുളിച്ച് മുടിച്ച് ബാക്കി ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. നിരന്തര ഷാപ്പികളിലേക്കല്ല കിടക്കുന്നത്. വേറെ വിവരങ്ങളുമായിട്ട് കണ്ണൻ പുറത്ത് നാളുകൾ വരുന്നു, തിന്നു കുടിച്ചു മുടിച്ചു പോവുകയാണെന്നാണ്. എന്താണ് അദ്ദേഹത്തിന് ഇത്ര വൈഷമ്യം? ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രളയമുണ്ടായി, ദുരന്തമുണ്ടായി, ദുരിതമുണ്ടായി, വീടുകളിൽ വെള്ളം കയറി, ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി. പല രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സർക്കാരിൽ, ആ സർക്കാരിന് വേണ്ടിയിട്ട്, ആ സർക്കാരിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് വിരലിൽ മഷി പുരട്ടിയവൻ എന്ന നിലയിൽ വളരെയേറെ അഭിമാനത്തോടു കൂടി ഏർക്കുക. അതിനേക്കാളൊക്കെ ഉപരി അഭിമാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ദുരന്തത്തെ, മാർക്സിസ്റ്റ് കെടുതിയെ, ആ മാർക്സിസ്റ്റ് കെടുതിയെ അതിജീവിക്കാൻ കേരളത്തിനൊപ്പം ഞാൻ എൻ്റെ കയ്യിൽ മഷി പുരട്ടി. എൻ്റെ ഭാര്യ കന്നി വോട്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ കയ്യിലും മഷി പുരട്ടി. പിണറായി വിജയനെതിരെ ഫീലിംഗ് പ്രൗഡ്. ആ പ്രൗഡ് മൊമെന്റിലായി ഇങ്ങനെ ഇരിക്കുന്ന ഈ കൃമികീടങ്ങൾക്കെതിരെ കയ്യിൽ മഷി പുരട്ടിയിട്ട് ഈ കൃമികീടങ്ങളെ അടിച്ചിറക്കാൻ എൻ്റെ ഒരു വോട്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയുടെ ഒരു വോട്ട്. മക്കൾക്ക് വോട്ടായിട്ടില്ല. ചെറിയ മക്കളാണ്, സ്കൂളിൽ പഠിക്കുന്നു, മദ്രസയിൽ പോകുന്നു. അപ്പോൾ അവർക്ക് വോട്ടായിട്ടില്ല, 18 വയസ്സായിട്ടില്ല. പക്ഷേ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഒരു ഭൂലോക ദുരന്തത്തെ, കേരളം നേരിട്ട് കൊണ്ടിരുന്ന ഒരു ദുരന്തത്തെ ആട്ടിയിറക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം, അതിയായ ഒരു വല്ലാത്തൊരു അഭിമാന നിമിഷമാണ് ഈ പറയുന്ന പിണറായി വിജയനെ ആട്ടിയിറക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത്. ഞാനുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ഉണ്ട്. ഇതിൽ പരം അഭിമാനം എന്താണ്? നിങ്ങളൊന്ന് നോക്കൂ. സഖാക്കളുടെ ഇത്രമാത്രം വിഷമം, അവരുടെ ഒരു അസ്വസ്ഥത, വൈഷമ്യം എന്താ കാരണം? മറ്റൊന്നുമല്ല. കാരണം ഇത്രയും കാലം എങ്ങനെയായിരുന്നു? ഇത്രയും കാലം സെക്രട്ടേറിയറ്റൊക്കെ അടച്ചു പൂട്ടി, സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് കയറാൻ കഴിയുന്നില്ല, ആർക്കും പരാതികളുമായി ചെല്ലാൻ കഴിയുന്നില്ല. എന്താണെങ്കിലും സഖാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ ഗവൺമെൻറ് വന്നതിൽ പിന്നെ സെക്രട്ടേറിയറ്റിലെത്തുന്ന ആളുകൾക്കൊക്കെ ഒരു 3-4 ദിവസം തിരുവനന്തപുരത്ത് തങ്ങേണ്ടി വന്നാലും വളരെ കൃത്യമായിട്ട് അവർ വന്ന അവരുടെ പരാതികൾ, പരിഭവങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടതകൾ എല്ലാത്തിനും പരിഹാരം കണ്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? വി.എസ്. അച്യുതാനന്ദനിൽ നിന്ന് തുടങ്ങിയ ആ ഒരു വേദന, മലബാർ, മലപ്പുറം, കാസർഗോഡ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു വേദനയാണ്. വി.എസ്. അച്യുതാനന്ദനും അതുണ്ടായിരുന്നു. വി.എസ്. അച്യുതാനന്ദനിൽ നിന്ന് തുടങ്ങി കാലാകാലങ്ങളിൽ ഇവരുടെ തലപ്പത്ത് ആരാണോ വരുന്നത് അവർക്കൊക്കെ ആ വേദന ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട്, കൈമാറ്റിയിട്ടുണ്ട്. സംഭവം വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും വലിയ ശത്രുക്കളായിരുന്നാലും ഈ പറയുന്ന മലബാറിനോട്, മലപ്പുറത്തോടുള്ള വെറുപ്പ്, ആ വെറുപ്പിന് യാതൊരു കുറവുമില്ല. അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ കൈമാറിയിട്ടില്ലെങ്കിലും ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സഖാക്കൾ വരണ്ടടോ, സഖാക്കൾ കയറണ്ടടോ. 10 വർഷം നിങ്ങൾ ഭരിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ കയറ്റിയിട്ടില്ലല്ലോ. ഇനി ഈ സാധാരണക്കാർ കയറട്ടെ, സഖാക്കൾ വരണ്ട. അല്ലെങ്കിൽ എന്തിനാ സഖാക്കൾ സെക്രട്ടേറിയറ്റിൽ വരുന്നത്? എന്തുണ്ടാക്കാനാ സഖാക്കൾ സെക്രട്ടേറിയറ്റിൽ വരുന്നത്? സഖാക്കളെ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയന്റെ തീട്ടം വിതരണം ചെയ്യുന്നില്ല. സഖാക്കൾ എന്തിനാ സെക്രട്ടേറിയറ്റിൽ വരുന്നത്? ഇവിടെ സാധാരണക്കാർ വരുന്നുണ്ട്. കേരളത്തിൻ്റെ
ജനങ്ങൾ ഒന്നടങ്കം സെക്രട്ടേറിയറ്റിൽ എത്തുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്, അവർ വന്ന കാര്യം അവർക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ വലിയ ഒരു നേട്ടമാണ്. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ സർക്കാരാ. പിണറായി വിജയനെ അടിച്ച് താഴെ ഇറക്കാൻ കയ്യിൽ വിരലിൽ മഷി പുരട്ടിയിട്ട് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട്. അതിയായ അഭിമാനം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സെക്രട്ടേറിയറ്റ് പൂട്ടി, ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല, ഒരു മനുഷ്യന് കാണാൻ പറ്റില്ല, ഒരാൾക്ക് പരാതി പറയാൻ പറ്റില്ല, എല്ലാം പൂട്ടിക്കെട്ടിയിട്ട് അണ്ണാക്കിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ തള്ളൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ബക്കറ്റ് എടുത്ത് പിരിവ് നടക്കുന്നില്ല. ഇപ്പോൾ ഇൻകം വരവ് നിലച്ചിട്ടുണ്ട്. ആ വരവ് നിലച്ചതിൻ്റെ എല്ലാ അസ്വസ്ഥതകളുമാണ് സഖാക്കൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് വിദ്വേഷവും കുറച്ച് അധിക്ഷേപവും കുറച്ച് ഈ പറയുന്ന ജാതീയതയും വംശീയതയും ഒക്കെ കുത്തി നിറച്ചുള്ള സ്വഭാവം. ആയിക്കോട്ടെ, സഖാക്കൾ അങ്ങനെ കുരുപൊട്ടട്ടെ, സഖാക്കൾ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ. ആർക്കിവിടെ ഛേദം? ആർക്കൊരു ഛേദവുമില്ല അല്ലേ? നിങ്ങളിതിപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നില്ലേ? സെക്രട്ടേറിയറ്റിൽ തിങ്ങി നിറയുകയാണ്. മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളുകളെ കൊണ്ട് തിങ്ങി നിറയുകയാണ്. എന്താ കാരണം? കാരണം അവർക്ക് കയറാം, മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ കാണാം, അവരോട് സംസാരിക്കാം, വേദനകൾ പറയാം. എനിക്ക് തോന്നുന്നു ഇതിൽ പകുതിയിലേറെ ആളുകളും സെക്രട്ടേറിയറ്റിൽ വരുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവരൊക്കെ വരുന്നത് എന്തിനാ? ഇവരുടെ പ്രതീക്ഷക്കൊത്തുയർന്ന, ഇവർ ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒന്ന് കാണണം. അതിനുവേണ്ടി എവിടുന്ന് കാസർഗോഡ് നിന്ന് വരെ ആളുകൾ വരിക. മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം, മന്ത്രിമാരെ ഒന്ന് കാണണം. അവർ കാണും. കാരണം പിണറായി വിജയൻ അടച്ചു പൂട്ടിയതിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്ന് വെച്ചിട്ട് വന്നോളൂ, നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്. അതിലേറ്റവും അഭിമാന നിമിഷം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ അല്ലേ? വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് ഭാഗമാണ്. എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വോട്ട് ചെയ്യല്ല. നമ്മൾ വോട്ട് ചെയ്ത ആളുകൾ കേരളം ഭരിക്കുന്ന രീതിയിലേക്ക്, അതായത് സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരാണെങ്കിൽ നമ്മളും ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും അധികം അഭിമാനം തോന്നിയ നിമിഷം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. ഈ റീസെൻ്റ്ലി ഏറ്റവും വലിയ അഭിമാനം അല്ലെ? പല ഘട്ടങ്ങളിൽ നമുക്ക് പല കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് വലിയ അഭിമാനം നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇന്ന് ഏറ്റവും വലിയ അഭിമാനമായിട്ട് തോന്നുന്ന കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക ദുരന്തത്തെ, കേരളത്തെ ഇങ്ങനെ പിടിച്ച് വിഴുങ്ങിക്കൊണ്ടിരുന്ന ദുരന്തത്തെ, ആ ദുരന്തത്തെ അതിജീവിക്കാൻ, ആ ദുരന്തത്തെ ആട്ടിയിറക്കാൻ, ആ ദുരന്തത്തെ അടിച്ചിറക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ അഭിമാന നിമിഷം അല്ലേ? നിരന്തരമായിട്ട് ഭരണത്തിൽ ഇരുന്നപ്പോഴും ഭരണത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മലബാറും മലപ്പുറവും കാസർഗോഡും കോഴിക്കോടും എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വലിയ അസ്വസ്ഥതയാണ്. എന്നാൽ ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആളുകളൊക്കെ എവിടെയുള്ളവരായിരുന്നു? അതൊന്നും ഒരു വിഷയമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ നിന്നാ? മലബാറിൽ നിന്നുള്ളവനാ അല്ലേ? എന്നിട്ട് ഇപ്പം മലബാറുകാരെ കാണുമ്പോൾ, ഇത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരെ കാണുമ്പോഴല്ല പ്രശ്നം, അവിടെ എത്തുന്ന ജനങ്ങളെ കാണുമ്പോഴാണ് പ്രശ്നം. തിരുവനന്തപുരത്തെ കച്ചവടക്കാരും ബാക്കിയുള്ള സ്ഥാപന ഉടമകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ? തിരുവനന്തപുരം ഫുൾ സദാസമയം ബിസിയാണ്. അപ്പോൾ അവരുടെ കച്ചവടങ്ങൾ, അവരുടെ ഈ പറയുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചായക്കടകൾ, എല്ലായിടത്തും ആളുകളുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷേ സഖാക്കൾക്ക് മാത്രം വലിയ അസ്വസ്ഥതയാണ്. സഖാക്കളുടെ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ എന്താ കരുതിക്കൊണ്ടിരുന്നേ? ഒരു ദുരന്തമുണ്ടാകണം. രാവിലെ എല്ലാ ദിവസവും പിണറായി വിജയൻ പിന്നെ ഈ നിരീശ്വരവാദിയായതുകൊണ്ട് പ്രാർത്ഥനയൊന്നുമില്ല, ആഗ്രഹങ്ങളാ
എന്താണ്? ഇന്നൊരു ദുരന്തം ഉണ്ടാകണം, എന്നിട്ട് പിരിക്കണം, കൈയിട്ട് വാരണം, നക്കണം, നക്കി തൂറണം. ഇതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. പ്രളയം വന്നു. വലിയ പ്രളയം എന്നല്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ അത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു. പിരിക്കാൻ പറ്റിയ ഒരവസരമായിരുന്നു. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തും. അതിഭയാനകരമാണ്. എല്ലാവരും CMDRFിലേക്ക് തരണം, ആടിനെ വിൽക്കണം, കോഴിയെ വിൽക്കണം, കുടുക്ക പൊട്ടിക്കണം, CMDRFിലേക്ക് നൽകണം, CMDRFിലേക്ക് മാത്രമേ നൽകാവൂ, എന്നാലേ എൻ്റെ അണ്ണാക്കിലേക്ക് തള്ളാൻ പറ്റുള്ളൂ. ഇപ്പം അത് പറ്റുന്നില്ല. വരവ് നിന്ന് പോയി, ഇൻകമില്ല. വല്ലാത്ത അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ സക്കറാത്തിൽ മൗത്തിൻ്റെ അസ്വസ്ഥതയാണ് ഇപ്പോൾ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കുക, അധിക്ഷേപം അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, സാധാരണക്കാരായ ജനങ്ങൾ സെക്രട്ടേറിയറ്റിൽ വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന, മന്ത്രിമാരെ കാണാൻ വരുന്ന ആളുകളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നില്ലേ? 95% ആളുകളും സാധാരണക്കാരായ ജനങ്ങൾ. കഷ്ടതകൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, അവരുടെ ജീവിതത്തെ വേട്ടയാടിയ കഷ്ടപ്പാടുകളിലൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും. ഞാൻ കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ ഒരു ദൃശ്യം വല്ലാതെ വേദനിപ്പിച്ചു. ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം, വാശി പിടിച്ചു ഭാര്യയോട്. അവസാനം ഭാര്യ വേറെ വഴിയില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, കിടന്ന കിടപ്പ. ആംബുലൻസ് പിടിച്ച് ആംബുലൻസിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചു. വേറെന്താ ആവശ്യം? ഒരാവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം സാധാരണക്കാർ വരുന്നത് കാണുമ്പോൾ സഖാക്കൾക്ക് അങ്ങനെ ഉരുപൊട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും വല്ലാത്തൊരു അഭിമാന മുഹൂർത്തമാണ്. ഈ കൃമികീടങ്ങളുടെ രാജാവിനെ, തമ്പ്രാനെ, കാരണഭൂതനെ, കപ്പിത്താനെ അടിച്ച് താഴെ ഇറക്കാൻ ഞാൻ എൻ്റെ വിരലിൽ മഷി പുരട്ടി. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ, ആ ആളുകളിൽ ഒരാൾ. അതിന് സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാന നിമിഷമാണ് എന്നുള്ളതാണ്.